ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനും ചിന്തയ്ക്കും വേണ്ടി തിരഞ്ഞെടുത്ത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഭാഗമാകുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് ഈ രാത്രികാലം നമ്മൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ഈ കൂടി വന്നിരിക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്തകൾ ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തി ഓരോ ദിവസത്തെയും ചിന്തകൾ നമ്മളെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് ആ ചിന്തകളുടെ തുടർച്ചയാണ് ഇന്ന് ഞാൻ പറയുന്ന ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് ദൈവാത്മാവിൻ്റെ ആ ഒരു അനുഭവമാകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓരോ കൺവെൻഷൻ വേദിയും നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിട്ടുള്ള വാക്കതാണ്: ദൈവമേ, ഞങ്ങൾക്ക് രൂപാന്തരവും ഞങ്ങൾക്ക് പരിവർത്തനവും ജീവിതത്തിൽ നൽകി തരണമേ. ദൈവവചനം നൽകുന്നതായ രൂപാന്തരത്തിൻ്റെ അനുഭവം. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിലൂടെ ഇന്നലെ VM മാത്യൂസൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗമൊക്കെ ഞാൻ കേട്ടു. ഒരു റാഡിക്കൽ ചേഞ്ചിനെ പറ്റിയാണ് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അടിസ്ഥാനപരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു വചന വായനയോടനുബന്ധിച്ചും അതുതന്നെയാണ് പറയുവാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മോട് ഓർപ്പിക്കുന്നത് ആ ഒരു വലിയ സന്ദേശമാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം നൽകുന്നതായിട്ടുള്ള ദൂതെന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക, ടേൺ ടു ഗോഡ്, നിങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായ സനാതനമായിട്ടുള്ള സന്ദേശമാണ് ഓരോ വചനവേദിയും നമ്മെ ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, നിന്റെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. പുതിയ നിയമഭാഷയായ ഗ്രീക്കിൽ മെറ്റനോയ്യ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് എഴുതുമ്പോഴൊക്കെ പറയുന്നതായ രൂപാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ നമുക്ക് മനഃപ്പാഠമാണ്. അവിടെ പറയുന്നു, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു മനസ്സ് പുതുക്കവും രൂപാന്തരവും നമുക്കെന്നും ആവശ്യമാണ്.
നമ്മൾ ദീർഘവർഷങ്ങളായി ദൈവവചനം കേൾക്കുന്നു. ഇവിടെ 101ാമത് വർഷത്തെ കൺവെൻഷനാണ് നടക്കുന്നത്. അനേക തലമുറകളിലൂടെ ഈ ഒരു ദൈവ സന്ദേശം തന്നെയാണ് ഇവിടെ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. നമുക്കൊരു മടക്കവും പരിവർത്തനവും ജീവിതത്തിൽ ആവശ്യമാണ്. സ്വഭാവത്തിനൊരു മാറ്റം ആവശ്യമാണ്. നമ്മൾ പരിചയിച്ചു വരുന്ന പല ശീലങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു മാറ്റമുണ്ടായി ഒരു വ്യത്യസ്തമായ ജീവിതപാതയിലൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകണം. ഒരു പുതുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, ആ ചിന്താ പ്രക്രിയ, അതിൽ നമുക്ക് രൂപാന്തരമുണ്ടാകണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടണം. നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്വയം വിലയിരുത്തലിനും സ്വയം തിരുത്തലിനുമുള്ളതായ അവസരം എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമാണ് ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ട് സ്വയത്തെ തിരിച്ചറിയുവാനും സ്വയത്തെ വിലയിരുത്തുവാനും സ്വയത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ ജീവിതം രൂപാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ആ ക്രിസ്തുവിലേക്കുള്ള ക്ഷണമാണ് ഇന്ന് രാത്രിയും നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ കർത്താവിൻ്റെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ, സന്ദേശത്തിൽ മടങ്ങി വരുന്നതിനുള്ള ഒരു അനുഭവം, ആ മടങ്ങി വരുന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളിലേക്കുള്ള ഒരു മടങ്ങി വരവ്, ഒരു റിക്കൺസിലിയേഷൻ, അത് സാധ്യമാകണമെന്നുള്ളത് കർത്താവ് പലപ്പോഴും ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ മടങ്ങിവരവ്, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവ് എന്ന് പറയുമ്പോൾ അത് സമസൃഷ്ടങ്ങളിലേക്കും സഹജീവികളിലേക്കുമുള്ള ഒരു മടങ്ങിവരവാണ്. അത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ്. ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടാണ് കർത്താവ് നമ്മെ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ നമ്മെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ്. മറ്റുള്ളവരോട് നമ്മൾ പാപങ്ങളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കയില്ല എന്ന് കർത്താവ് പറയും. അതുകൊണ്ട് ഈ ഒരു ബന്ധങ്ങളിലുള്ള വീണ്ടെടുപ്പ്, ക്ഷമിക്കുന്ന അനുഭവം, വീണ്ടെടുപ്പിൻ്റെ അനുഭവം, അനുരഞ്ജനത്തിൻ്റെ അനുഭവം, അതാകുന്നു ഓരോ കാലഘട്ടത്തിലും നമ്മോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ദൂത്. ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ കടം വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനെ പറ്റിയോ അറിയാനായിട്ട് സാധിക്കില്ലായിരിക്കാം. നമ്മൾ വ്യക്തിപരമായിട്ട് ആരോടും കടം കൊടുക്കുന്നുമില്ല. നമുക്ക് ആരോടും ബന്ധമില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തന്നെ സ്വയം പര്യാപ്തതയിൽ ജീവിക്കുകയാണ്. എന്നാൽ യേശു പറഞ്ഞ പല ഉപമകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരോട് കടപ്പെടുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കടപ്പെടുന്ന ആൾ ഇളച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഉപമയിൽ പറയുന്നുണ്ട്. അതൊക്കെ യേശുവിൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ആ ഒരു പ്രത്യേകമായ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകം നമ്മളെ ജീവിക്കുന്ന, ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള അവസരത്തിലും നമ്മൾ കേട്ടു, നമ്മൾ പലപ്പോഴും മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്ന ഒരു ലോകമാണ്. നമ്മളിന്ന് ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്, പള്ളിയിൽ ആരാധനയിൽ സംബന്ധിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, നമ്മൾ കുർബാനയിൽ പങ്കുചേരുന്നു, നമ്മൾ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകുന്നു. പലപ്പോഴും ഈ ആരാധനയുടെ അനുഭവങ്ങൾ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയുടെ അനുഭവത്തോടു കൂടിയാണ് അതിൽ പങ്കുചേരുന്നത് എന്നുള്ളത് നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അവിടെ ഒരു ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? യഥാർത്ഥ ആരാധന, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത്, ഞാൻ യാഗത്തിനല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന് ഹോശേയ പ്രവാചകനിലൂടെ പറയുവാണ്. എന്നാൽ ഇന്ന് ഒരു മനസ്സാക്ഷിയുമില്ലാതെയാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോരുന്നത്. പലപ്പോഴും നമ്മൾ ആരാധനയുടെ കേന്ദ്രസ്ഥാനത്താകുന്നുവല്ലോ നമ്മളുടെ പരസ്പരമുള്ള സമാധാന ചുംബനം, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പരസ്പരമുള്ളതായ റിക്കൺസിലിയേഷൻ്റെ അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നീ യാഗമർപ്പിപ്പാനായിട്ട് പോകുമ്പോൾ
നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ യാഗവസ്തുവോട് വെച്ചിട്ട് പോയി ആദ്യം സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ യാഗം അർപ്പിക്കുക എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ആ തിരിച്ച് സഹോദരനിലേക്ക്, സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം ആരാധനാ സമൂഹമായി, സഭയായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായി നിലനിർത്തിയിരിക്കുന്നത്. സഭയെപ്പറ്റി പറയുന്നത് സഭ ഒരു വിശ്വാസ സമൂഹവും, സഭയെപ്പറ്റി പറയുന്ന വിശേഷണങ്ങൾ, സഭ വിശുദ്ധമാണ്, ചർച്ച് ഈസ് ഹോളി, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നതായിട്ടുള്ള വസ്തുതയാണ്. കാതോലിക അപ്പോസ്തലിക ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭ വിശുദ്ധമാണ്. എങ്ങനെയാണ് സഭ വിശുദ്ധമാണെന്ന് പറയുന്നത്? സഭ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാകിയാൽ സഭ വിശുദ്ധമാണ്, സെറ്റ് അപ്പാർട്ട്. ആ ഒരു അർത്ഥത്തിലാണ് ദൈവത്തിന് വേണ്ടി നാം എല്ലാവരും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ജനമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ, വിശുദ്ധവും നിഷ്കളങ്കമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ, ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിലൊക്കെ ഈ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നു, നിങ്ങൾ വിശുദ്ധ ജനമാകുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവാകുന്നു, നിങ്ങൾ എൻ്റെ മക്കളാകുന്നു. ആ ദൈവം പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ ഇടയിൽ, ലോകത്തിൽ ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീരുന്നതിന് നിങ്ങളുടെ ജീവിതങ്ങൾ ഒരിക്കലും അപ്രകാരം ആയിത്തീരരുത്. ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധരായിരിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ വിശുദ്ധ ജനമായി, ദൈവത്തിൻ്റെ മക്കളായി ലോകത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനെ ഈ ഒരു ദൈവിക ബന്ധത്തിലേക്കുള്ള കടന്നുവരവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വീണ്ടും ഒരു പുനഃപ്രക്രിയ, പുതുക്കം, ഒരു പൊളിച്ച് പണി, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ സാധ്യമാകേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇത് പ്രാർത്ഥനാലയമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾ ഈ മന്ദിരം പൊളിക്കുവീൻ, ഞാനതിനെ പണിയും, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പുനർനിർമ്മിതി നമ്മളുടെ ചില പതിവുകൾക്ക്, നമ്മുടെ ചില ചിന്താരീതികൾക്ക്, നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചില ജീവിതത്തിൽ നമ്മൾ പിന്തുടർന്നു വരുന്ന ചില അനുഭവങ്ങളിൽ നമുക്കൊരു പുതുക്കവും മാറി ചിന്തിക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ബന്ധത്തിലൂടെ മാത്രമേ അത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഇന്ന് നമുക്ക് എന്തിലേക്കൊക്കെയാണ് ഇവിടെ കർത്താവ് നിക്കോദിമസിനോട് പറയുന്നതായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മോട് ദൈവം പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വീണ്ടും ജനനത്തിന് ആവശ്യമായിരിക്കുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ അനുഭവങ്ങളിലാണ് നമുക്ക് വീണ്ടും ജനനം ആവശ്യമായിരിക്കുന്നത്? നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ ഒരുപാട് സ്വാധീനങ്ങൾ നമ്മെ അതിന് അടിമകളാക്കി തീർക്കുന്നു. അതിൻ്റെ സ്വാധീന വലയത്തിലൊക്കെ നമ്മളായിത്തീരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ വ്യക്തമാണ്. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു, എന്നാൽ ലോകത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചും ജീവിക്കേണ്ടവരല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലാണ്, എന്നാൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ. പിന്നെയോ ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ഇന്ന് നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മുമ്പത്തേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് നമ്മുടെ ജീവന ഉപാധികളും ജീവിതത്തിൽ നമുക്ക് സുഖ സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ ഈ ലോകമയത്വത്തോടുള്ളതായ ഒരു ബന്ധം
അതിൽ കൂടുതൽ നമ്മൾ ആകർഷകരായിട്ട് ജീവിച്ച് പോകുന്നതിനുള്ള വലിയ സാധ്യതയും പ്രേരണയുമുള്ളപ്പോൾ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം നമ്മളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ സ്വാധീന വലയത്തിൽ നമ്മൾ ആയിപ്പോകാതെ ഇരിക്കുവാൻ എപ്പോഴും ഒരു മുൻകരുതൽ ആവശ്യമാണ്. അതിന് നമുക്ക് സാധ്യമായി തീരുന്നത് എങ്ങനെയാണ്? ഇവിടെ നിക്കോദെമസിനോട് കർത്താവ് പറയാണ്, നീ വീണ്ടും ജനിക്കണമെന്ന്. ദൈവവുമായുള്ള ബന്ധത്തിലൊരു പുതിയ ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ ബന്ധം കാത്തു സൂക്ഷിപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതായ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ടു എൻ്റർ ഇൻ എ ഫിലിയൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവം നമ്മുടെ പിതാവായി, ദൈവമായിട്ടുള്ള ബന്ധം ഒരു ആത്മബന്ധവും നമ്മുടെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കുന്ന ദൈവസ്വരൂപത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു അനുഭവമായി തീരുന്നു. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാകിയാൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വരൂപവും നമ്മളിൽ വീണ്ടും വിളങ്ങിക്കാണണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മിലുമായിരിക്കുന്നതായിട്ടുള്ള അനുഭവം, ആ ഒരു വലിയ മ്യൂച്വൽ അബൈഡിങ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നതായിട്ടുള്ള അനുഭവം. ആ ഒരു ബന്ധത്തിലേക്കുള്ള വളർച്ചയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിലേക്കുള്ള വളർച്ച സാധ്യമായി തീരേണ്ടതിന് വേണ്ടി ഒരു പുതിയ ജനനത്തെ ആവശ്യമാണെന്നുള്ളത് കർത്താവിടെ ഓർപ്പിക്കുകയാണ്. ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ദൈവം മനുഷ്യൻ്റെ മൂക്കിലോതിയതായിട്ടുള്ള ജീവശ്വാസം അവനെ ജീവനുള്ള പ്രാണിയാക്കി തീർത്തുവെങ്കിൽ, ഇതാ യേശു കർത്താവ് തൻ്റെ ജീവൻ നൽകി നമ്മൾ പുതിയ ജീവൻ്റെ അനുഭവങ്ങളെ നിറയ്ക്കുകയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കി. എന്നാൽ മനുഷ്യൻ തൻ്റെ പാപകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ആ സ്വരൂപം നഷ്ടപ്പെടുത്തിയെങ്കിൽ, ഇതാ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ രൂപം വിരൂപമാക്കപ്പെട്ടതായ അനുഭവത്തിലൂടെ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്തതിലൂടെ നമുക്ക് പകർത്തു തന്നായിട്ടുള്ള ദൈവീയ ജീവൻ, ആ ദൈവീയ ശ്വാസം നമുക്ക് വേണ്ടി വീണ്ടും തരുവാനായിട്ട് നമ്മളിൽ പ്രസാദം തോന്നിയതായിട്ടുള്ള കർത്താവിൻ്റെ രക്ഷണ്യ അനുഭവങ്ങളിൽ പങ്കുചേരുന്ന വ്യക്തികളായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ശ്വാസം നിൻ്റെ വാസന കൊണ്ട് നിറയപ്പെടുവാൻ ഇടയാകണമേ എന്ന് നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കാറുണ്ട്. ഈ ഒരു ദൈവരാജ്യത്തിലേക്കുള്ള വളർച്ച അത് സാധ്യമായി തീരുന്നത് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. ഈ നിക്കോദെമസ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുകയാണ്. നീ അല്ലായിരുന്നുവെങ്കിൽ നീ ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തികൾ മറ്റാർക്കും ചെയ്യുവാനായിട്ട് സാധ്യമാകുകയില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ പുതുതായി ജനിക്കണം. യേശുവിൻ്റെ അടുക്കൽ അവൻ കടന്നു വന്നത് രാത്രിയുടെ അനുഭവത്തിലാണെന്ന് പറയുന്നു. അതിനെ രണ്ട് അനുഭവങ്ങളിലും അക്ഷരീയമായും അല്ലാതെയും യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ പറയുന്നതായ പല പ്രതീകങ്ങളും, രാത്രി പകൽ, ജീവൻ മരണം, അതൊക്കെ രണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ഉദാഹരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അവൻ കടന്നു വരുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ, അല്ലെങ്കിൽ മറവിൽ, ആ ഒരു മറവിൽ, ആ ഇരുളിൻ്റെ മറപറ്റി യേശുവിനെ കാണുവാനായിട്ട് വരുന്നതായ നിക്കോദെമസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ടാകാം യേശുവിനെ കാണുന്നതിന് വേണ്ടി അവൻ രാത്രിയിൽ വന്നത്. കാരണം അവൻ യഹൂദന്മാരുടെ ഒരു പ്രമാണിയാണ്. അവൻ സന്നദ്ധ സംഘത്തിലെ അംഗമാണ്, അല്ലെങ്കിൽ വളരെയധികം നിർണായകമായ വലിയ സ്ഥാനം വഹിച്ചിരുന്നതായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു വലിയ അറിവിനെ പ്രാപിക്കുവാനുള്ള ഒരു വലിയ ദാഹം അവൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തെ പറ്റിയുള്ള ഒരു ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ?
നമ്മളിന്ന് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ അന്വേഷിച്ചു വന്നതായിട്ടുള്ള ഒരു ദൈവാനുഭവത്തെ ഇന്ന് നമുക്ക് ഈ തലമുറയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവരൊക്കെ എത്രയോ ദൂരങ്ങൾ യാത്ര ചെയ്ത് സഞ്ചരിച്ച് കൺവെൻഷനുകളിലും വചനം പഠിക്കുന്നതിനും ഒക്കെയും പോയി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭൗതികമായിട്ടുള്ള കുറവുകളുണ്ടായിരുന്നു. അവർക്കധികമൊന്നും ഈ ലോകത്തിലെ ഭൗതികതയിൽ ആശ്രയിക്കുന്നതിനുള്ള ഒന്നും തന്നെ ഈ ലോകത്തിലില്ലായിരുന്നു. എന്നാൽ അവർക്ക് ഈ ഒരു ദൈവവചനത്തിനായിട്ടുള്ള വലിയ താല്പര്യവും വാഞ്ചയും അവർക്കുണ്ടായിരുന്നു. ആ ഒരു താല്പര്യത്തോടും വാഞ്ചയോടും കൂടെ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇതാ യേശു അവൻ്റെ ഉള്ളിലെ ആ വലിയ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ വ്യത്യസ്തമായ ഒരു അനുഭവതലത്തിലേക്ക്, അറിവിൻ്റെ മേഖലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വലിയ തിരിച്ചുവരവ്, പുതിയ ജനനത്തിൻ്റെ അനുഭവത്തെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം, അതവൻ്റെ ജീവിതത്തെ പുതുതായ ഒരു അനുഭവത്തിൽ, ജഡത്തിനാൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറയുന്നതായ ഭാഗം നമുക്ക് കാണുന്നതിന് സാധിക്കും. ഒരു പുതുക്കപ്പെട്ട അനുഭവത്തെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ഉള്ള ഒരു ക്ഷണം നൽകുന്നതായ കർത്താവിനെ എത്രയാണ് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് ആർക്കാണ് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്? യേശു കർത്താവ് പല ഭാഗത്തും പറയുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ സന്ദേശം അതായിരുന്നുവല്ലോ, സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു. പല അർത്ഥത്തിൽ അതിനെ പറ്റി പറയുന്നുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ്, റെയിൻ ഓഫ് ഗോഡ്, നേഷൻ ഓഫ് ഗോഡ്, പലതരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് യഥാർത്ഥത്തിൽ ഇവിടെ തൻ്റെ പഠിപ്പിക്കലിലൊക്കെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതൊരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇടമല്ല, ഒരു ജോഗ്രാഫിക്കൽ ഏരിയ അല്ല. പിന്നെയോ ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്, ഒരു പ്രക്രിയയായിട്ടാണ് കർത്താവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിതചര്യയായിട്ടാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ദൈവരാജ്യത്തെപ്പറ്റി താൻ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്നു. നോട്ട് ഓഫ് ദിസ് വേൾഡ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനെപ്പറ്റി പല ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, പല അനുഭവങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കർത്താവ് പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം, എന്നാൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത് വളരെ പ്രയാസമാകും. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നില്ല, എന്നാൽ അത് പ്രയാസകരമായിട്ടുള്ള അനുഭവമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പുതിയ അർത്ഥതലങ്ങളിലേക്ക് യേശു കർത്താവിനെ നയിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തെ അറിയുന്നവനാണ്, ന്യായപ്രമാണം പഠിച്ചിട്ടുള്ളവനാണ്. എന്നാൽ ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ദൈവം കർത്താവ് അവനെ നയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. സ്വർഗരാജ്യത്തിൽ ജനിക്കുന്നതിന് വേണ്ടി ഒരു ശിശുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളത് കർത്താവ് പറയുകയാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് കർത്താവ് പറയുന്നു. ജനനം എന്നുള്ളത് നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു വലിയ ആരംഭമാകുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും നമ്മളൊരു ഭവനത്തിൻ്റെ ഭാഗമാകുന്നു, നമ്മൾ ആ ഭവനത്തിലെ അംഗമാകുന്നു, ആ ഭവനത്തിൽ നമ്മൾ ജനിക്കുന്നു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി, നമ്മുടെ ജീവിതത്തിന് ഒരു മാനം നൽകുന്നതായിട്ടുള്ള അനുഭവമാണ്. അത് കേവലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരം നേടുന്ന അനുഭവമല്ല, പിന്നെ അതിനേക്കാളുപരിയായിട്ട് നമ്മുടെ ഒരു ഓണറാകുന്നു, നമുക്കുള്ള അവകാശം ലഭിക്കുന്നു എന്നുള്ളതിനേക്കാളുപരിയായിട്ട് നമ്മൾ ആ ഒരു
കുടുംബത്തിലെ അംഗമായി തീരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാകുന്നു എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്ന വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് ബോൺ അഗെയിൻ എന്ന് പറയാറുണ്ട്, എന്നാൽ ബോൺ ഫ്രം എബോവ് എന്ന് പറയാറുണ്ട്. ഫ്രം എബോവ് എന്നുള്ളതാണ് കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമൂലമായിരിക്കുന്ന ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തെ എത്രയും സൂചിപ്പിക്കുന്നത്. എബോവ് എന്ന് പറയുമ്പോൾ അത് മുകളിലുള്ള ആ വലിയ അനുഭവം, മുകളിൽ നിന്നുള്ള ജനനം. മുകൾ താഴെ എന്നൊക്കെ പറയുന്നത് രണ്ട് അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മുകളിൽ നിന്ന് എപ്പോഴും നമുക്ക് ലഭ്യമാകുന്നത് അസത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും അനുഭവങ്ങളാകുന്നു. എന്നാൽ താഴെ എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള അനുഭവങ്ങളാകുന്നു. അത് അനീതിയുടെയും ഇരുളിൻ്റെയും മരണത്തിൻ്റെയും അനുഭവത്തെ അത്രയും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ജീവിതം, പുതിയ ജനനം നിനക്ക് ആവശ്യമാണ് എന്ന് കർത്താവ് പറയുമ്പോൾ ജീവിതത്തിന് ഒരു പുതുക്കം, രൂപാന്തരം ആവശ്യമാകുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അതാകുന്നു ഈ പുതിയ ജനനത്തിലൂടെ സാധ്യമായി തീരുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ സുവിശേഷം പറഞ്ഞ് ആരംഭിക്കുമ്പോൾ അവിടെ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. കാലം തേഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരായിത്തീരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സമർത്ഥമായിട്ടുള്ള ഒരു ജീവനെ പറ്റിയാണ് കർത്താവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ജനനത്തിൻ്റെ അനുഭവം. ഏതൊരു ജനനവും സൂചിപ്പിക്കുന്നത് ഒരു പുതിയ വളർച്ചയുടെ അനുഭവത്തെയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു ചെടി കൊണ്ടു തന്നു. അടൂർ അവിടെയുള്ള ഹെർമോൻ കുന്നിൽ ഞാനിത് നടും. അപ്പോൾ ഇവിടെ വെണ്ണിക്കുളം കൺവെൻഷന് വന്നതിൻ്റെ ഒരു നിത്യസ്മാരകമായിട്ട് നിൽക്കും. പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ ചെറിയ ഒരു ചെടിയുടെ ഒരു ചട്ടിയായിരിക്കും കിട്ടും. എന്നാൽ ഇവിടെ വന്നപ്പോൾ വലിയ വൃക്ഷത്തിൻ്റെ ഒരു മരമാകുന്നതായ ഒരു വലിയ അനുഭവമാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് അതിന് ചുറ്റുപാട് നോക്കിയപ്പോൾ, നിങ്ങളവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഒരുപാട് മരങ്ങളാൽ നിബിഡമായിട്ടുള്ള ഒരു സ്ഥലമാകുന്നു അത്. ഇപ്പോൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കുറച്ചൊക്കെ അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അപ്പോൾ അത് സുരക്ഷിതമായിട്ട് അവിടെ കുഴിച്ചു വയ്ക്കും. അവിടെയുള്ള തെങ്ങുകളെ ഞാൻ നോക്കിയപ്പോൾ അവ ഒരുപാട് വർഷങ്ങളായ തെങ്ങുകളാണ്. എന്നാൽ റബ്ബറിൻ്റെയും മറ്റ് മരങ്ങളുടെയും ഒക്കെ ഇടയിൽ അവ വളരെ വർഷങ്ങളായ തെങ്ങുകളാണ്, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. എന്നാൽ അവയ്ക്ക് വളർച്ചയില്ല, മുരടിച്ച അനുഭവം, ഫലം കായ്ക്കാത്തതായിട്ടുള്ള അനുഭവം. നമുക്ക് ഇന്ന് ഇവിടെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള ദൈവവചനമാണിത്. നിക്കോദോസുമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണം, നീ വീണ്ടും ജനിക്കണമെന്നുള്ളതായ കർത്താവിൻ്റെ വാക്കുകൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജനനത്തിൻ്റെ അനുഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ച അനുഭവമുള്ളവരാകുന്നുവെങ്കിൽ നമ്മൾ വളരുന്ന അനുഭവമുള്ളവരായിരിക്കും, ഫലം കായ്ക്കുന്ന അനുഭവമുള്ളവരായിരിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ജനനത്തിൻ്റെ പ്രക്രിയയ്ക്ക് പൂർത്തി വരുന്നില്ല. എത്രയോ വളർച്ചയുടെ ഒരു വലിയ തുടക്കം മാത്രമാണ് ആ ജനനം. അത് തുടരുന്ന ഒരു പ്രോസസ്സാണ്, ഒരു വലിയ യാത്രയുടെ തുടക്കമാണ് ഈ ഓരോ ജനനത്തിലൂടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമുക്ക് ഈ ഒരു വലിയ യാത്ര ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് നൽകുന്നതായ വലിയ സന്ദേശമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുരടിച്ച അനുഭവത്തിൽ,
വളർച്ചയില്ലാത്തവരായി തീർന്നു പോയാൽ ഈ നമ്മളിലുള്ള ജനനത്തിൻ്റെ അനുഭവത്തിന് പ്രത്യേകമായിട്ട് പ്രസക്തിയൊന്നുമില്ല എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നിക്കോദെമോസ് വന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നത്, കർത്താവിന് മുമ്പിൽ അവന് വന്ന് സംഭാഷിക്കുമ്പോൾ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് നീ വീണ്ടും ജനിക്കണം എന്നുള്ളതാണ്. നമ്മോടൊക്കെയുള്ള എല്ലായ്പ്പോഴും ഉള്ളതായ ദൂതാണ്. ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമ്മളിൽ നിരന്തരമായിട്ടുള്ള ഒരു വളർച്ചയുടെ അനുഭവത്തെ നൽകിത്തരുന്ന ഒരു പ്രക്രിയയാകുന്നു. ഒരു വൃക്ഷത്തിനും അല്ലെങ്കിൽ ഒരു ചെടിക്കും ഒറ്റ രാത്രി കൊണ്ട് അത് വളർച്ച പൂർത്തിയായി അത് ഫലം തരുന്ന അനുഭവത്തിൽ ആയിത്തീരുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് വീണ്ടും വീണ്ടും അതിന് വളർച്ചയ്ക്ക് ഉപോത്ബലകമായിരിക്കുന്ന അനേക അനുഭവങ്ങളിലൂടെ അത് പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൈവവചനം കേൾക്കുകയും ദൈവവചനത്തിന് മുമ്പിൽ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മെ കൂടുതൽ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. നിക്കോദെമോസിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു രഹസ്യ ശിഷ്യനായിരുന്നതായിട്ടുള്ള താൻ എപ്രകാരമാണ് പിന്നീട് യേശുവിന് വേണ്ടി സംഭാഷിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തിയായിത്തീരുന്നത്, യേശുവിന് വേണ്ടി നിലപാടെടുക്കുന്ന വ്യക്തിയായിത്തീരുന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലൊക്കെ നമ്മുടെ ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. നിക്കോദെമോസ് യേശുവിന് വേണ്ടി സംസാരിക്കുന്നു. നിക്കോദെമോസ് യേശുവിൻ്റെ കബറടക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതായ അനുഭവം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പുതിയ ജനനത്തിൻ്റെ അനുഭവം ഒരു യാത്രയുടെ തുടക്കം മാത്രമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ജീവിതത്തിലൂടെ ഈ ജനനത്തിൻ്റെ അനുഭവം ദിനംതോറും നമ്മളിൽ പുതുക്കവും വളർച്ചയും നൽകി തരണം. എങ്കിൽ മാത്രമേ നമ്മളിൽ ഉണ്ടാകേണ്ടതായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നമ്മൾക്ക് വരേണ്ട വ്യതിയാനം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തിലൂടെ നേടിയെടുക്കേണ്ടത് എന്താണ്? നമ്മളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരന്തരം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിന്ന് സാധാരണയായി കണ്ടുവരുന്നത് ഭൗതികതയോടുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വലിയ ബന്ധത്തിലും സഖിത്വത്തിലും നമ്മൾ അലിഞ്ഞു ചേർന്ന് ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുന്നതിനുള്ള വലിയ സാധ്യത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലൂടെ, ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പ്രാപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവാനുരൂപമായി നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കും. അത് ഉയരത്തിൽ നിന്നുള്ള, മുകളിൽ നിന്നുള്ള ഒരു ജനനമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന അനുഭവങ്ങളിലുള്ളതായ പുതുക്കമാകുന്നു. പുറത്തെ സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കുന്ന ഒന്നല്ല, പിന്നെയോ ആന്തരികമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മളതിൽ വളർച്ചയിൽ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സാധാരണയായിട്ട് പറയാറുണ്ട്, ഇഫ് an egg is broken by an outside force, a life ends. If an egg breaks from within, life begins. Great things always begin from within. നമുക്കറിയാം, ഒരു കോഴിമുട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികളുടെ മുട്ട അത് വിരിക്കാനായിട്ട് വെക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലുള്ളതായ കുഞ്ഞ് പുറത്തു വരുന്നതിന് വേണ്ടി പുറത്തുനിന്നുള്ള സമ്മർദ്ദത്തിലൂടെ ഒരിക്കലും അതൊരു ജീവനുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് പുറത്തു വരുന്നതിന് സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ പക്വതയാകുന്നതായിട്ടുള്ള സമയത്ത്, പുറത്തു വരേണ്ടതായിട്ടുള്ള സമയത്ത് അത് അകത്തു നിന്ന് തന്നെയാണ് ആ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത്. പുറത്തു നിന്നുള്ള സമ്മർദ്ദം കൊടുത്ത് അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം, അതിനെ രക്ഷിക്കാമെന്ന് ചിന്തിച്ചാൽ അവിടെ ആ ജീവൻ അവസാനിക്കുകയാണ്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വചനം കേൾക്കുന്നു, പുറത്തു നിന്നുള്ള ഒരു വചനത്തിൻ്റെ പ്രഘോഷണം, കേൾവി, ഒരു ശബ്ദത്തിൻ്റെ ഒരു ധ്വനി നമ്മുടെ ചെവികളിലൊക്കെ അടിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകിയില്ല. എന്നാൽ നമ്മൾ അത് ആന്തരികമായിട്ട് സ്വീകരിച്ച് വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം പരിവർത്തന വിധേയമായി തീരുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ കൺവെൻഷനുകളൊക്കെ ആരംഭിച്ച് അവരിൽ ഉണ്ടാക്കിയതായ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് എത്രയോ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ സഭയിൽ ഉടലെടുത്തിട്ടുള്ളത്. ഓരോ കൺവെൻഷൻ വേദികളും അവിടെയുള്ള പ്രഭാഷണങ്ങളിൽ
അവസാനിച്ചു പോകുന്ന ഒന്നായിട്ട് തീർന്നു പോയിട്ടില്ല. അതൊക്കെ ക്രിയാരൂപമായി വ്യത്യസ്ത അനുഭവങ്ങളിൽ സുവിശേഷ സാക്ഷി നൽകുന്ന സ്ഥാപനങ്ങളായിട്ടും സുവിശേഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായുള്ള സാക്ഷ്യ അനുഭവങ്ങളും തലങ്ങളായിട്ട് ഇന്ന് ലോകത്തിൽ പരിലസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയെത്ര ഉദാഹരണങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ സുവിശേഷത്തിൻ്റെ വലിയ ഒരു ശക്തി ഉള്ളിൽ ഒരു ജ്വലിക്കുന്ന അഗ്നിയായിട്ട് തീരുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്നതായ ബാഹ്യമായ ഒരു പ്രതിഫലനമാകുന്നു. അതുകൊണ്ട് എല്ലാ വലിയ സംരംഭങ്ങളും അതാരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നുമാണ്. നമ്മളിൽ നിന്ന് തുടങ്ങുന്നതായൊരു രൂപാന്തരത്തിൻ്റെ അനുഭവമാകുന്നു. ആ ചെറിയ സ്ഫുലിംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവമായി സമൂഹത്തെയും നമ്മളായിരിക്കും ഇടങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളായിരിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളായിരിക്കും, നമ്മുടെ വ്യക്തി ജീവിതങ്ങളായിരിക്കുന്നത്. ഈ ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോകുന്ന സമൂഹവും സഭയും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ കൺവെൻഷന് അർത്ഥവത്തായിത്തീരുന്നത്. അല്ല എങ്കിൽ ഇവിടെ 101ാമത് വർഷത്തെ കൺവെൻഷനും ഇവിടെ നടക്കും, 4-5 പേര് വന്ന് പ്രസംഗിക്കും, അവിടെ അവസാനിച്ചു പോകും. എന്നാൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അതിനെ ഉൾക്കൊള്ളുകയും സ്വാംശീകരിക്കുകയും ഏറ്റെടുക്കുകയും ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായുള്ള രീതിയിൽ രൂപാന്തരത്തിൻ്റെ അനുഭവത്തോടുകൂടെ ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങൾ വളരെ നിർണായകമായ സ്ഥാനമാണ് അതിന് വഹിക്കുന്നതെന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മുടെ ഭവനങ്ങൾ, അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ഒരു കുടുംബ പശ്ചാത്തലമല്ല ഇന്ന് നമ്മൾക്കുള്ളത്. ഇന്ന് അണുകുടുംബങ്ങളും പിന്നെ അതുപോലെ ചിതറിക്കപ്പെട്ട കുടിയേറ്റത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമുക്കുള്ളത്. നമ്മളിന്ന് വ്യത്യസ്ത ഇടങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും ചേക്കേറുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമാണുള്ളത്. ഇന്ന് കുടുംബ ബന്ധങ്ങളും കുടുംബത്തിൻ്റെ മൂല്യങ്ങളുമൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവത്തെയാകുന്നു അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ സാംസ്കാരികമായും മൂല്യപരമായിട്ടുമുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. നാം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ശക്തികൾക്ക് വിധേയപ്പെട്ട് നമ്മുടെ ഭവനങ്ങൾ ലോകപ്രകാരം ക്രമീകരിക്കപ്പെടുകയാണോ, അതോ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളുടെ ഈ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാകുന്നു നമ്മുടെ ഈ കൺവെൻഷൻ അനുഭവങ്ങൾക്ക് ദൈവവചനത്തിന് ഉള്ള പ്രാധാന്യമെന്ന് പറയുന്നത്. ഈ ദൈവവചനത്തിൻ്റെ നിത്യമായിട്ടുള്ള സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതിന് സാധിക്കണം. ഈ ഒരു വലിയ ബന്ധത്തിലേക്കുള്ള മടങ്ങിവരവ് നമുക്ക് ആവശ്യമുണ്ട്. ഈ റീജനറേഷൻ എന്നുള്ളത് ഒരു വലിയ മിസ്റ്ററിയാകുന്നുവെന്ന് കർത്താവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നത് സാധാരണയായി വിശുദ്ധ മാമോദീസയുടെ ശുശ്രൂഷയ്ക്ക് വായിക്കുന്നതായിട്ടുള്ള ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നും യോഹന്നാൻ സുവിശേഷം ഈ ഭാഗത്തു നിന്നാണ് വായിക്കുന്നത്. ഒരു വ്യക്തി വിശുദ്ധ മാമോദീസയിൽ സഭയിലൂടെ ഭാഗമായി തീരുമ്പോൾ വീണ്ടും ജനത്താൽ പുത്രത്വത്തിൻ്റെ ലക്ഷ്യമായി ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്നതായ പ്രത്യേക ശുശ്രൂഷയാകുന്നു. ആ ഒരു അനുഭവത്തിൽ അവിടെ വായിക്കുന്നതായുള്ള ഭാഗം ജഡത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് ആത്മാവാകുന്നു. നമുക്ക് 2 തരത്തിലുള്ളതായ ജനനവും വളർച്ചയുമുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രകാരമുള്ള ജഡീയമായിട്ടുള്ള ജനനവും അതിൻ്റെ വളർച്ചയും, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ജനനവും വളർച്ചയും. ജഡപ്രകാരമുള്ള നമ്മുടെ ജനനം അത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ വളർച്ചയാണ്. ഈ ശരീരം ഒരിക്കൽ കൃമിക്ക് ഇരയാകപ്പെടേണ്ടതായിട്ടുള്ള ശരീരമാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി
എത്ര തന്നെ വലിയ ഉന്നതനാണെങ്കിലും വിദ്യാസമ്പന്നനാണെങ്കിലും സൗന്ദര്യവാനാണെങ്കിലും എന്തെല്ലാം ആടയാഭരണങ്ങൾ ഞാൻ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തെ ഈ ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ആ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം സാധ്യമായി തീരേണ്ടത്. ആ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ നിരന്തരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നയിക്കുന്ന ഒരു അനുഭവമാകുന്നു. ഇവിടെ പറയുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറയുന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് പറയും. കർത്താവ് ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് വരുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. അപ്പോൾ ആത്മാവിനാൽ ജനിച്ചവന് ഒരു നിശ്ചയവുമില്ലാതെ എവിടെയും പോകുന്നവനും വരുന്നവനുമാണെന്നാണോ അർത്ഥം? അതിൻ്റെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക് കാറ്റുണ്ട്, വായുവുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളത് അറിയുന്നത്? അത് നമുക്ക് അനുഭവപ്പെടുന്നതിലൂടെയാണ്. നമുക്ക് കാണുവാനായിട്ട് നമ്മുടെ ദൃഷ്ടിഗോചരങ്ങൾക്ക് ഉപരിയാണെങ്കിലും അതിൻ്റെ അനുഭവമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രക്രിയ തീർന്നു പോയാൽ ജീവിതം നിലച്ചുവെന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ്റെ ജീവിതം അത് ഈ ലോകത്തിൽ അപ്രകാരമാണ്. ജീവിതം ഒരു മിസ്റ്ററിയാണ്, ജീവിതം ഒരു വിസ്മയമാണ്. ആത്മാവിനാൽ ജനിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുൻപിൽ ഒരു വിസ്മയമാണ്, ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് വിശദീകരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു അനുഭവത്തെയാണ് മിസ്റ്ററി, രഹസ്യം എന്ന് പറയുന്നത്. പുതിയ ജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത്, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അത് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവപ്പെടുന്നതായ, മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നതായ, ചുറ്റുപാടുകൾക്ക് അനുഭവപ്പെടുന്നതായ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ജീവിതത്തിലൂടെ മറ്റുള്ളവർ നമ്മെ നോക്കി വിസ്മയം കൊണ്ട് അനുഭവങ്ങൾ ആയിത്തീരുന്നു. നമ്മുടെ ജീവിതം വ്യത്യാസമുള്ളതായിത്തീരുമ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം ഈ വ്യക്തി ഇങ്ങനെ ഇടപെടുന്നു? വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുൻപാകെ ഒരു വിസ്മയമാണ്. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ആ പ്രാണനെ വെടിയുന്നതായിട്ടുള്ള അവസരത്തിൽ അവൻ അതിവേദന എടുത്തുകൊണ്ട് പറയുന്നത്, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ഉപദ്രവിച്ചതായിട്ടുള്ള ആളുകളോട് ക്ഷമിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചു. യേശു കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് പുതിയ ജീവൻ്റെ അനുഭവത്തിലേക്ക് വന്ന ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ലോകത്തിന് മുൻപിൽ ഒരു വിസ്മയമായി തീരുകയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇതെന്തിനാൽ സംഭവിക്കും? എങ്ങനെ ഇത് മനുഷ്യനാൽ സാധ്യമാണോ? സാധാരണ മനുഷ്യൻ്റെ പ്രകൃതിക്ക്, മനുഷ്യൻ്റെ ചിന്തകൾക്ക് ഉപരിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരുടെ ജീവിതങ്ങളെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എത്രയോ ജീവിതങ്ങളെ, രൂപാന്തരപ്പെട്ട ജീവിതങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നതിനും കാണുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട അനുഭവത്തിലൂടെ ലോകത്തിന് മുൻപിൽ വലിയ സാക്ഷ്യമായി തീരുകയാണ്. മറ്റൊരാൾ അടിച്ചാൽ തിരികെ അടിക്കാതെ, പ്രതികരിക്കാതെ, പ്രതികാര ബുദ്ധിയില്ലാതെ ഒരുവൻ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? ലോകത്തിന് സാധാരണ പ്രകൃതി എന്ന് പറയുന്നത് ഉരുളയ്ക്കുപ്പേരി എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നതായ അനുഭവമാകുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ, പുതിയ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരുവന് മാത്രമേ കർത്താവ് പറഞ്ഞതുപോലെ ഒരു ചകിടത്തടിക്കുമ്പോൾ മറ്റേ ചകിട് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഈ ക്രിസ്തീയമായിട്ടുള്ള പ്രതിക്രിയ അല്ലെങ്കിൽ പ്രതികരണം, അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവൻ്റെ അനുഭവത്തെ അളന്ന് തിട്ടപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിലുള്ള പുതിയ ജനനത്തിൻ്റെ അനുഭവം അവിടെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ
മറ്റുള്ളവർ വിസ്മയത്തെ കാണുകയാണ്. നമുക്കറിയാം, തൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും വണ്ടിയിൽ വെച്ച് ചുട്ടരിച്ചതായിട്ടുള്ള അവസരത്തിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു വനിത ലോകത്തോട് പറഞ്ഞതായിട്ടുള്ള ദൂത്, അവർ പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്, അവരെ വെറുതെ വിടുക. ആ ഒരു അനുഭവമാകുന്നു ക്രിസ്തീയമായിട്ടുള്ള ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകം എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിച്ചവരാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ വ്യത്യസ്തമായ സമീപനം നമ്മൾ പുലർത്തുന്നതിലൂടെയാണ്. ഒരു വ്യക്തി വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നത് ഈ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവസ്നേഹത്തിൽ നിറയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയിൽ ആകുന്നതിലൂടെയാണ്. മനുഷ്യൻ തൻ്റെ സാധാരണ ബോധ്യങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരണമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുതുതായി ജനിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ബോധ്യങ്ങൾക്കും തൻ്റെ ചിന്തകൾക്കും മാനുഷികമായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുസരിച്ച് പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെയോ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവസ്നേഹത്താൽ പ്രേരിതമാക്കപ്പെടുകയും ദൈവസ്നേഹത്താൽ നിരന്തരം നയിക്കപ്പെടുകയും ചെയ്യുന്ന ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തിയായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇറ്റ്സ് എ മിസ്റ്ററി. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും അതെവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. എന്നാൽ നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ്റെ അനുഭവം, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് വീണ്ടും ജനനത്തിൻ്റെ ആവശ്യമാണ്. ബോൺ ഫ്രം എബോവ്, ബോൺ അഗെയിൻ, ബോൺ ഫ്രം വിത്തിൻ. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തെ മരണത്തിന് ശേഷം നമ്മൾ പ്രവേശിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമല്ല, ഇവിടെ ആരംഭിക്കുന്നതായ. അതുകൊണ്ടാണ് കർത്താവ് ഒരു ശിശുവിനെ അടുക്കൽ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ നാഴിക ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർന്ന് ചോദിക്കുമ്പോൾ അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവർ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുക. എന്താണ് കർത്താവ് വീടിലോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ലോകത്തിൽ മനുഷ്യൻ്റെ വ്യവസ്ഥതകളും മനുഷ്യൻ നിർമ്മിച്ചതായുള്ള വ്യവസ്ഥകൾ മനുഷ്യനെ എപ്പോഴും അകറ്റി നിർത്തുന്ന അനുഭവങ്ങളാകുന്നു. മനുഷ്യനിർമ്മിതി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വ്യവസ്ഥകൾ, മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന വ്യവസ്ഥകൾ മനുഷ്യനെ ഏത് വിധേനയും മാറ്റി നിർത്താമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ദൈവരാജ്യ വ്യവസ്ഥ അത് ഒരു മനുഷ്യനെയും മാറ്റി നിർത്താത്തതാണ്. ദൈവരാജ്യ വ്യവസ്ഥയിൽ നിന്നും ആർക്കും മാറി നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരുത്തിനെയും ദൈവം മാറ്റി നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ ദൈവം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള സംഗതി. മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന എല്ലാ വ്യവസ്ഥകളും എങ്ങനെ ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ഒരാളെ മാറ്റി നിർത്താമെന്നുള്ളത് ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ മാറ്റി നിർത്തുന്നവയും കർത്താവ് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം, അതിനെയാകുന്നു ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ സെൻറ്ററിലേക്ക് ഈ ശിശുവിനെ കൊണ്ടുവരുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ആ ശിശു പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അതാകുന്നു ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ എന്താണ് നമ്മൾ പറയുന്നു? ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ളതായ സന്തോഷവുമാകുന്നു. ആ ഒരു വലിയ ഉൾച്ചേരലിൻ്റെ അനുഭവമാകുന്നു. അതിലേക്കുള്ള പ്രവേശനമാകുന്നു നമുക്ക് ഈ നാടുകളിൽ സാധ്യമാകേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ശിശു സഹജമായിരിക്കുന്ന ഈ ഒരു ഹ്യൂമിലിറ്റിയുടെ അനുഭവം, അത് നമുക്ക് നൽകിത്തരുന്നതായ ഒരു വലിയ ഒരു ഐഡൻറ്റിറ്റി, ആ ദൈവിക ഉദ്ദേശത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് നാം പ്രതിഷ്ഠിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം. തുടർന്ന് കർത്താവ് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, അത് 99നെയും വിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെക്കുറിച്ചുള്ള വലിയ കരുതലുള്ളതായ അനുഭവമാകുന്നു. ഈ ചെറിയ ഒരുവനെ തുച്ഛീകരിച്ച് കളയാത്തതായിട്ടുള്ള അനുഭവം, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അനുഭവം.
ഈ ചെറിയ വിലയിരുത്തിനെ തുച്ഛീകരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു. അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ തുച്ഛീകരിക്കപ്പെട്ടവരായി പലപ്പോഴും കണ്ട് മാറ്റി നിർത്തുമ്പോൾ ഈ 99നെയും റിസ്കിൽ വെച്ചുകൊണ്ട് ഒന്നിനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതായിട്ടുള്ള ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം, അതിലുള്ള സന്തോഷം കണ്ടെത്തുന്നതായിട്ടുള്ള അനുഭവം, ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മെ സംബന്ധിച്ച് ഈ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവത്തിലൂടെയാണ് ഈ ലോകത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇന്ന് പ്രാർത്ഥനയിലൊക്കെ ഓർത്തപ്പോഴും ഒക്കെ പറഞ്ഞു, ലോകം എത്രയോ അധികമുള്ള നിരാശാപൂർണമായ അനുഭവങ്ങളെയാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വളർച്ചയും മനുഷ്യൻ്റെ പുരോഗതിയും മനുഷ്യനെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മനുഷ്യൻ ആശാവഹമല്ലാത്തതായിട്ടുള്ള ഒരുപാട് പരിസ്ഥിതികളിലേക്കാണ്, ഒരുപാട് അനുഭവങ്ങളിലേക്കാണ്. ഇവയുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നോക്കിക്കാണുകയും നമ്മൾ എന്തിൽ നിന്നാണ് തിരിഞ്ഞു വരേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവരെ തിരികെ ചേർക്കുവാനുള്ള മനസ്സോടുകൂടെ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഈ വളർച്ചയുടെ അനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെയാണ് ഈ കൺവെൻഷനുകൾക്ക് പ്രസക്തിയുള്ളത്. നമ്മളാരും തികഞ്ഞവരാണെങ്കിൽ ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. തികഞ്ഞവരാണെന്ന് തങ്ങളെ തന്നെ ബോധ്യമുള്ളവർ ഇതിലൊന്നും പങ്കെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. എന്നാൽ ദൈവത്തെ പറ്റിയുള്ള വലിയ അഭിവാഞ്ചയോടും ആർത്തിയോടും ദാഹത്തോടും കൂടെ ഓരോ വചനവേദിയിലും കൺവെൻഷനുകളിലും നമ്മുടെ കൂട്ടങ്ങളിലും ആരാധനയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മെ എല്ലാവരെയും നിറയ്ക്കുകയും തൃപ്തിപ്പെടുത്തുകയും സമ്പുഷ്ടരാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ വചന കേൾവി അത് ഒരു സമയം പോക്കോ അല്ലെങ്കിൽ ഒരു എല്ലാ വർഷവും നടത്തുന്നതിനുള്ള ഒരു ചടങ്ങ് പരിപാടിയോ ആയിത്തീർന്നു പോകാതെ, ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ യഥാർത്ഥ മക്കളായി ഈ ലോകത്തിൽ നിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, നിൻ്റെ യഥാർത്ഥ ഛായയുള്ളവരായി തീരുവാൻ ഞങ്ങളെ നിൻ്റെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളുടെ സ്വരൂപം പുനർനിർമ്മിതപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മെ എല്ലാവരെയും തൻ്റെ സന്നിധിയിലേക്ക്, തൻ്റെ അടുക്കിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. ഈ ഒരു വലിയ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. കർത്താവിനുള്ളവരായി ലോകത്തിൽ ജീവിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.